മിണ്ടരുത്. മകളെ മിണ്ടിപ്പോകരുത്. എടാ എനിക്കൊന്നും അറിയില്ലെന്ന്. തനിക്കൊന്നും അറിയില്ല. ഇന്ന് 11 മണിക്ക് എന്റെ കല്യാണമായിരുന്നു എന്നുള്ള കാര്യം തനിക്കറിയാവോ? അതറിയാം. താൻ എന്റെ അമ്മാവനാണെന്നുള്ള കാര്യം തനിക്കറിയാവോ? അറിയാം. ഇന്ന് അവിടെ കഴിക്കാനായിട്ട് രാവിലെ തന്നെ വരുന്നവർക്ക് വെറൈറ്റി തരത്തിലുള്ള ജ്യൂസുകളാണ് സെറ്റ് ചെയ്ത് വെച്ചിരുന്നത്. അത് കഴിഞ്ഞിട്ട് അപ്പം താറാവ് സെറ്റ് ചെയ്ത് വെച്ച്, ചിക്കനും മട്ടനും ബീഫ് ബിരിയാണി എല്ലാം ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട്. ഇതൊക്കെ അവിടെ ഉണ്ടായിരുന്നിട്ടും എന്തിനാണോ ഞാൻ കെട്ടാൻ വെച്ചിരുന്ന പെണ്ണിന്റെ താലിമാല എടുത്ത് താൻ പിടിക്കിയത്? എടാ അതിനൊരു കാരണമുണ്ട്. എന്തോ കാര്യം? ഞാൻ നിന്റെ ഒരേ ഒരു അമ്മാവനല്ലേ. നിനക്ക് എന്റെ മോളെ കെട്ടി എന്താണ് ഒരു കുഴപ്പം? അവക്ക് എന്താണ് ഒരു കുറവ്? അവക്ക് കുറവല്ല, അവക്ക് കൂടുതലേ ഉള്ളു. 5 ഫോണ് 13 വാട്സപ്പും. പിന്നെ എന്താ പറയണ്ടത്? കുറവാ. എടാ താൻ എന്തോ ഒരു കുടുംബമാണോ? എന്തോ കുടുംബം. എന്റെ കുടുംബത്തിൽ എന്തോ കുഴപ്പം? നിങ്ങൾ ഭയങ്കര പിശുക്കനാണ്. പിശുക്കൻ. ഉച്ചക്ക് മീൻ മേടിക്കാൻ പിശുക്ക് കാണിച്ചിട്ട് നിങ്ങൾ ഹോട്ടലിന്റെ ഫ്രണ്ടിൽ ചെന്ന് അവിടെ ഒട്ടിച്ചു വെച്ചിരുന്ന മീൻ വറുത്തതിന്റെ പടം വെട്ടിക്കൊണ്ട് വന്ന് വീട്ടിൽ വന്ന് നാരങ്ങ നീര് അതിന്റെ മേളിൽ പിഴിഞ്ഞൊഴിച്ച് ഉച്ചക്ക് അതും നോക്കി ചോറ് തിരുന്നവരാ. ഇതിനിപ്പോ എന്താ കുറവ്? അയ്യോ, അപ്പൊ നീ ഭയങ്കര മഹാനാണ്. അതെ, ഞാൻ മഹാൻ തന്നെയാ. എടാ ആരും കഴിക്കാത്ത കോഴിയുടെ മഞ്ഞക്കാല് ബംഗാളി ഉരുളക്കിഴങ്ങും വെച്ച് കറി വെച്ചിരുന്നപ്പ അതിൽ നിന്ന് കൈയിട്ട് വെത്തുന്നില്ല നിന്റെ അച്ഛൻ. ഞാൻ പറയടാ, എന്റെ കല്യാണം നടക്കൂല. എന്റെ കല്യാണം നടക്കില്ലെന്നൊക്കെ താനല്ല പറയേണ്ടത്. ഡോക്ടർ വരണം. ഡോക്ടർ വന്ന് ഈ മാല എടുത്തോണ്ട് തരികയും ചെയ്യും. ഞാൻ പോയി അവളുടെ കഴിച്ച് താലി കെട്ടുകയും ചെയ്യും. കാണിച്ചു തരാം. ഇത് ഡോക്ടറല്ല. 4 പ്രാവശ്യമായിട്ട് അയാൾ അകത്തുനിന്ന് ശ്വാസം എടുത്ത് കൊണ്ട് കളഞ്ഞിട്ട് ഞാനിത് വരാനില്ല കുഞ്ഞായത്. ഇത് വ്യാജ ഡോക്ടറാണെന്ന് ഞാൻ കണ്ട് ചുമ്മാ പറഞ്ഞു. ഇത്രയും വലിയ ഹോസ്പിറ്റലിൽ വന്നിട്ട് പുള്ളിക്കാരൻ വ്യാജ ഡോക്ടർ. വ്യാജ ഡോക്ടർ അല്ലെങ്കിൽ എന്തെങ്കിലും വാദം പറയില്ലേ? ഹലോ മിസ്റ്റർ ബിനോ, എന്തെങ്കിലും മിറാക്കിൾ സംഭവിച്ചാലേ നമുക്ക് ഇതിനൊരു തീരുമാനം പറ്റും. അതെന്ന് നിങ്ങൾ അറിയിക്കേണ്ടവരൊക്കെ അറിയിച്ചോളൂ. 916 ഡോക്ടർ. അതെ, അതങ്ങനെ മനസ്സിലായി. മിറാക്കിൾ സംഭവിച്ചാലേ നടക്കൂ, അറിയിക്കേണ്ടവരെ അറിയിക്കാൻ പറഞ്ഞു. നമസ്കാരം സാർ. നമസ്കാരം സാറേ, എന്റെ അമ്മാവന്റെ കാര്യം. പേഷ്യന്റിന്റെ പേരെന്തായിരുന്നു? ക്ലീറ്റസ്. ക്ലീറ്റസ് എന്ന് പറയുമ്പോ ക്ലീ എന്ന് പറഞ്ഞിട്ട് നല്ല പറത്തിൽ ഞാൻ അങ്ങോട്ട് പറയുന്നു. നല്ല പറത്തിൽ ഞാൻ പറയും. ലീഡ് പറയുമ്പോ ടസ് എന്ന് പറയുന്നു. അല്ല സാർ, ഞാൻ പറഞ്ഞില്ല സാറേ, എന്റെ അമ്മാവന്റെ കാര്യമാണ് സാറേ. സാർ കല്യാണത്തിന് സാറാണ് താലിമാല എടുത്ത് വിഴുകി സാറേ. എന്റെ താലിമാല ഞാൻ കെട്ടാൻ പറ്റിരുന്ന പെണ്ണിന് താലിമാല എടുത്ത് വിഴുകി. നിപ്പ് കണ്ടിട്ട് 1-2 കൗണ്ടർ ഒഴുകിയിട്ട് നിൽക്കുന്ന നിപ്പാണ്. എന്റെ അമ്മാവനാണ്. എന്റെ അമ്മാവൻ താലിമാല എടുത്ത് ഞാനൊരു പുതിയ ഇറക്കൻ. എടുത്ത് പുതിയല്ലേ ടാഗ് പൊട്ടിച്ചു വിട്ടത്. നടക്കട്ടെ, സംഭവം നടക്കട്ടെ. എന്റെ പൊണ്ണ് സാറേ, ഞാൻ പറയട്ടെ, ഒന്നാമത് കല്യാണം കഴിക്കാൻ ടെൻഷൻ അടിച്ച് നിൽക്കുവാണ്. മണി ഇപ്പൊ 9:30 ആയി. 11 മണിക്കാണ് മിന്നു കെട്ടും. അതിന് മുമ്പായിട്ട് ഈ താലി എടുത്തോണ്ട് എനിക്ക് അങ്ങോട്ട് ചെന്നാലേ എനിക്ക് കല്യാണം നടത്താൻ പറ്റത്തുള്ളൂ. നമുക്ക് ശരിയാക്കാന്ന് പറഞ്ഞില്ലേ? നമുക്ക് എത്ര മണിക്കാണ് പറഞ്ഞ? 11 മണിക്ക്. 11 മണിക്ക് നമുക്ക് സെറ്റ് ആക്കി തന്നാ പോരെ? ടക്കന താലി എടുത്തരാ. ഞാൻ റിപ്പോർട്ട് പരിശോധിച്ചായിരുന്നു. തുറന്നു പറയാലോ, ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല. ഓ മൈ ഗോഡ്. അത് പറയരുത്. അത് ഞാൻ പറയണ്ടോ? ഓ മൈ ഗോഡ്, ഡോക്ടർമാര് സാധനമാണത്. അത് പറയരുത്. ഡോക്ടർമാര് അത് പറഞ്ഞില്ലെങ്കിൽ ഡോക്ടറാണെന്ന് പോലും അറിയത്തില്ല. വില പോവും. പറയരുത്. ഓ മൈ ഗോഡ് പറയരുത് കേട്ടോ. സെക്കൻഡ് റിപ്പോർട്ട് ഞാൻ പരിശോധിച്ചായിരുന്നു. ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല. മൈ ഗോഡ്. ഓ അത് കുഴപ്പമില്ല സാധനമാണ് കേട്ടോ. അത് പറഞ്ഞു, അത് കുഴപ്പമില്ല. സാറേ, ECG എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും അറിയാമോ? ഇത് ഓപ്പറേഷൻ നടത്തി എങ്ങനെയെങ്കിലും ഒന്ന് സെറ്റ് ആക്കണം സാറേ. ഞാൻ പറഞ്ഞില്ലേ 11 മണിക്ക് കല്യാണമാണ്, താലിമാലയെ കൊണ്ട് ചെല്ലണത്. അല്ല, ഞാൻ നിങ്ങൾ അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചോളൂ. അതിന് പരിശോധിച്ചില്ലല്ലോ. കല്യാണമല്ലേ, 10 പെണ്ണുങ്ങൾ വന്നാ ഓപ്പറേഷൻ തിയേറ്റർ കളർഫുൾ ആവൂലേ? വരട്ടെ, അതൊന്നും അവരറിയട്ടെ. ഇത് എന്റെ ഡോക്ടർ വ്യാജൻ ഡോക്ടറാണ്. വ്യാജൻ ഡോക്ടർ ആരാ പറഞ്ഞ വ്യാജൻ ഡോക്ടർ എന്ന്? ഞാൻ സർവീസിൽ കയറിയപ്പോ എന്റെ പേര് രാജൻ എന്നാണ്. സർവീസിന്റെ കുണം കൊണ്ട് നാട്ടുകാർ വിളിച്ച പേരാ വ്യാജൻ. അല്ല, ഞാൻ വ്യാജനാണോ? ഡോക്ടർ എന്തൊക്കെയാ പറയുന്നത്? എനിക്ക് ഞാൻ പറഞ്ഞില്ല, കല്യാണത്തിന് പോകണ്ടാണ്. അതിന് മുമ്പ് ഒരു തീരുമാനം ഉണ്ടാക്കട്ടെ ഡോക്ടറെ. ശരി, ഞാൻ പറയട്ടെ, ഈ ഓപ്പറേഷൻ വിജയിക്കോ ഇല്ലയോ അത് പറ. നിങ്ങൾക്ക് താലി എടുത്ത് കൈ തന്നാ പോരെ? അത് മതി. ഒരു ഡോക്ടർമാർ സഞ്ചരിക്കാത്ത ഒരു വഴിയിലൂടെ ഞാൻ സഞ്ചരിച്ചാലോ? ഈ റിപ്പോർട്ട് പരിശോധന ഇല്ലാതെ സഞ്ചരിച്ചാലോ? നിങ്ങൾ രണ്ടുപേരും ഒന്ന് പ്രാർത്ഥിച്ചോ, കണ്ണടച്ച് പ്രാർത്ഥിച്ചു. രണ്ടുപേരും പ്രാർത്ഥിച്ചോ. വെള്ളങ്കണ്ണി മാതാവേ, 100 മെഴുകുതിരി ഞാൻ കത്തിച്ചേക്കാം. 100 മെഴുകുതിരി. ഹെഡ് ഓ ടെയിൽ? ടെയിൽ കേട്ടാ.
വിജയിക്കും. എന്തോന്ന് രക്ഷപ്പെടും. പുള്ളി രക്ഷപ്പെടും. പോലെ സംഭവം രക്ഷപ്പെടും. ഒരു ഓപ്പറേഷൻ വിജയിക്കുമെന്ന് നോക്കുന്നത് ടോസ് ഇട്ട് നോക്കിയിട്ട് നിങ്ങൾ ടോസ് ഇട്ട് നോക്കി MBBS എടുത്ത ആളാണോ ഡോക്ടറെ? ഇത് ചെയ്യേണ്ട നമ്മൾ. നിങ്ങൾ ഈ ടൈം പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ? ഇത് ഞാൻ പറഞ്ഞില്ല. ഇതൊക്കെ ഒന്നാമത്തെ കാര്യം എന്റെ ടെൻഷൻ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാഞ്ഞിട്ടാണ്. എന്താണ് ടെൻഷൻ? കുഞ്ഞിനാള് പോലെ നോക്കി വളർത്തിയ എന്റെ അച്ഛൻ, എന്റെ ദേഹത്ത് ഒരു മുട്ടസൂചി പോലും കൊള്ളിക്കാത്ത എന്റെ അച്ഛൻ, ആ അച്ഛന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഞാനൊരു പെൺകുട്ടിയുടെ കഴുത്തിൽ താലി കെട്ടി കാണണം. പക്ഷേ നിർഭാഗ്യവശാൽ എന്റെ അച്ഛൻ ഇന്ന് ജീവനോടെ ഇല്ല. എക്സ്ട്രാ ഉണ്ടോ? ആകപ്പാട് ഒരച്ഛനെ ഉള്ളായിരുന്നു. നീ എക്സ്ട്രാ ഉണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാട്ടുകാരെങ്ങനെ പലതും അമ്മാവന്റെ എക്സ്ട്രാ എടുത്തിട്ടുണ്ടോ? അമ്മാവന്റെ എക്സ്റേ പക്ഷേ സാർ ഞാൻ ഈ എക്സ്റേ പരിശോധിച്ചു സാർ. 3 പവന്റെ മാലയാണ് പുള്ളി മെഴുകിയിരിക്കുന്നത്. പക്ഷെ ഞാൻ ഇതിൽ പരിശോധിച്ചപ്പോ കണ്ടത് ഒരു മാങ്ങാമാല. ഇതില് മാങ്ങാമാല എവിടെയാ? കിടക്കുന്നു വളഞ്ഞു മാങ്ങാമാല. വൻകുടലെന്ന് മാങ്ങാമാല. വൻകുടൽ കണ്ടിട്ട് മാങ്ങാമാല. സാറേ ഞാൻ ബീഡി വലിച്ചിട്ട് പുകയാണ് സാർ ഇത് മൊത്തം ചുറ്റി കിടക്കണേ. ബീഡി വലിച്ച വേലിക്കെട്ടിനകത്ത് അല്ല വേലിക്കെട്ടിനകത്ത് ആ ബീഡി പുകയാണല്ലോ സാറേ ഇത് ഞാൻ പഠിക്കണ്ട. നിങ്ങൾ ചുമ്മാ ഇത് ഞാൻ നോക്കേണ്ട കാര്യമല്ലേ? അല്ല പഠിക്കട്ടെ. എന്തോ പഠിക്കട്ടെ അല്ലേ നോക്കണം. ഇത് മാല മാത്രമല്ലോ വിഴുങ്ങിയേക്കുന്നത്. പുള്ളി ഒരു കമ്മലും വിഴുങ്ങിയിട്ടുണ്ടല്ലോ. അത് അമ്മയ്ക്ക് ഞാൻ പണയം വയ്ക്കാൻ ചോദിച്ചു, കമ്മല് വെച്ച് തന്നില്ല. ഞാൻ അടുത്തങ്ങ് വിഴുങ്ങി. അല്ല പിന്നെ മൂക്കൂത്തിയും കിടപ്പുണ്ട്. മൂക്കുത്തി അമ്മയ്ക്ക് ഞാൻ പണയം വയ്ക്കാൻ ചോദിച്ചു തന്നില്ല. ഞാൻ അടുത്തങ്ങ് വിഴുങ്ങി. ആണല്ലേ? പിന്നെ ഒരു മോതിരം കിടപ്പുണ്ട്. മോതിരവും പണയം വയ്ക്കാൻ ചോദിച്ചത് തന്നില്ല. ഞാൻ അടുത്തങ്ങ് വിഴുങ്ങി. എന്തിനാ സാർ ഈ ടെസ്കോപ്പെടുത്ത് മാറ്റി? പണയം വെക്കാൻ ചോദിച്ചിട്ട് ഞാൻ കൊടുത്തില്ലെങ്കിൽ എടുത്ത് വിഴുങ്ങിയാൽ ഞാൻ വെള്ളക്ക വെച്ച് പരിശോധിക്കേണ്ടി വരും. എല്ലായിടത്തും വിഴുകാൻ നിന്നാ എങ്ങനെ എന്തോ പൈസ ഇത്? എന്തെല്ലാം സാധനങ്ങളാ വയറ്റി കിടക്കുന്നത്? ഇതെന്താ സഞ്ചരിക്കുന്ന ചിഞ്ചിലും ജ്വല്ലറിയാ? വേണ്ട കേട്ടോ ഡോക്ടറെ, എങ്ങനെയെങ്കിലും എനിക്ക് ആ മാല എടുത്തു തരാം. ഞാൻ പറഞ്ഞില്ല 11 മണിക്ക് കല്യാണമാണെന്ന്. ഈ കിടന്ന് വെപ്രാളപ്പെടുന്ന സമയത്ത് വല്ല പാളയംകുടം പഴോ അങ്ങനെ എന്തെങ്കിലും ചെയ്യേണ്ടത് സാധാരണ ഒരു ഇത് കൊടുക്കാതെ. എന്റെ ഡോക്ടറെ, പാളയംകുടം പഴം 2 കൊലയാണ് ഞാൻ ഇയാൾക്ക് വാങ്ങിച്ചു കൊടുത്തത്. എന്നിട്ട് എന്നോട് പറയാം, മക്കളെ എനിക്ക് ഷുഗറാണ്, അതുകൊണ്ട് 1 കൊലയും കൂടെ മേടിച്ചോട്ട് വരാം. എടാ തൃക്കടൂർ ശിവരാജു, നിനക്ക് എന്തിന്റെ കുഴപ്പമാണ്? എന്തിന്റെ കുഴപ്പമാണ് നിനക്ക്? 2 കൊല എടുത്ത് തിന്നേച്ചിരിക്കുന്ന വല്ല കാര്യം ഉണ്ടായിരുന്ന അതും പോട്ടെന്ന് വെക്കാം. ഇയാൾ അറിയാതെ ഇത് എങ്ങനെയെങ്കിലും പുറത്തു പറഞ്ഞിട്ട് നാരങ്ങ നീര് പിടിച്ചിട്ട് നാരങ്ങ വെള്ളം കലക്കുമല്ലോ, അതിനകത്ത് ഞാൻ വിമ്മിട്ട് കൊടുത്തു. എന്നിട്ട് ഒരു അനക്കവും ഇല്ല. ഇപ്പൊ എന്റെ പുറകെ നടക്കുക. ആ പതയുള്ള നാരങ്ങ വെള്ളം പുള്ളിക്ക് ഇനിയും വേണം. ഇതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നു? ഞാൻ ഇത് ചെയ്യില്ലായിരുന്നു. ഒരേ ഒരു അമ്മാവനാണ് ഞാൻ. എന്റെ മോളെ അവൻ കെട്ടാത്ത കാര്യം ഇയാളെ മോളെ കെട്ടിരുന്നെങ്കിൽ വിഷയം തീർന്നില്ല. മോൾ എന്ത് ചെയ്യുന്നെന്ന് ചോദിക്കും. മോൾ എന്ത് ചെയ്യുന്നേ? മോള് എന്ത് ചെയ്യുന്നത്? കല്യാണം കഴിച്ചിട്ടില്ല. ഞാനൊരു കല്യാണം കഴിച്ചിട്ട് അതിനകത്തൊരു കുഞ്ഞുണ്ടായിട്ട് ആ മോളെ അവന് കെട്ടിക്കൂടെ? അതിന്റെ ദേഷ്യത്തിനാ. വീട്ടിൽ കോട്ടൺ തുണിയുണ്ടോ? ഉണ്ട്. ഐസ് ഇരിപ്പുണ്ടോ? ഉണ്ട്. കെട്ടി പതപ്പിൽ വെക്കാത്ത തണുപ്പടിച്ചെങ്കിൽ ഒന്ന് കുറഞ്ഞാലോ. ഇതെത്ര ചെറിയ ഈ പ്രായത്തിലോ എങ്ങനെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഇയാളുടെ ഷഷ്ടിമൂർത്തി നിങ്ങളുടെ മോളുടെ കല്യാണം ഒരുമിച്ച്? അമ്മാവനല്ലേ ഞാൻ. ഇയാൾ ഒരു മുറപ്രകാരം കല്യാണം നടത്തുന്നു പറഞ്ഞു. ഇത് എന്തോ ഒരു വർത്തമാനമാണ് ഈ പറഞ്ഞോണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞ ഇപ്പൊ തന്നെ 10:15 മണിയാകുന്നു. 11 മണിക്ക് കല്യാണമാണ്. അതിനു മുമ്പായിട്ട് എനിക്ക് താലിമാല എടുത്ത് തരണം. ഞാൻ റിപ്പോർട്ട് നോക്കട്ടെ. സാറേ റിപ്പോർട്ട് നോക്കിക്കോ സാറേ, അതിനകത്ത് കുഴപ്പമില്ല. മദ്യപാനം ഉണ്ടോ പുള്ളിക്ക്? മദ്യപാനം ഉണ്ടോ? അല്ല, അങ്ങനെ ഡെയിലി ഞാൻ മദ്യപിക്കൂല. പിന്നെ കൂട്ടുകാരെ കാണുമ്പോൾ മാത്രമേ ഞാൻ മദ്യപിക്കൂ. കൂട്ടുകാരെ എപ്പോഴാണ് കാണണം? എപ്പോഴും കാണും. 20 മണിക്കൂർ എന്റെ കൂടെ ഉണ്ട്. അപ്പൊ ഡെയിലി മദ്യപിക്കൂല? ഇല്ല, ഡെയിലി മദ്യപാനം ഇല്ല. കൂട്ടുകാരെ കാണുമ്പോൾ മാത്രമേ മദ്യപിക്കുള്ളൂ. അതല്ലേ പറഞ്ഞത്. നിങ്ങൾ കൂട്ടുകാരെ എപ്പോഴാണ് കാണുന്നേ? 24 മണിക്കൂർ എന്റെ കൂടെ തന്നെ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ഡെയിലി മദ്യപിക്കില്ല? അവർ കൂട്ടുകാരുള്ള ഡെയിലി മദ്യപിക്കുള്ളൂ. 24 മണിക്കൂർ അങ്ങനെ മദ്യപിക്കില്ല. അവന്മാരെ കാണുമ്പോൾ മാത്രമേ മദ്യപിക്കുള്ളൂ. കൂട്ടുകാർ നിങ്ങൾ എപ്പോഴാണ് നിങ്ങളുടെ കൂടെ ഉള്ളത്? 24 മണിക്കൂർ എന്റെ കൂടെ ഉണ്ട്. അപ്പൊ നിങ്ങൾ മദ്യപിക്കൂലേ? ഡെയിലി മദ്യപാനം ഇല്ല. കൂട്ടുകാരെ കാണുമ്പോൾ മാത്രമേ മദ്യപിക്കുള്ളൂ. എന്തോ പറയുന്നത് നിങ്ങൾ? ഡെയിലി ഞാൻ കുടിക്കുന്നത് ഇതെന്തോ പറയുന്നത്? ഇതെന്തോ പറയുന്ന കാര്യമില്ല. ഇയാൾ കൂട്ടുകാരെ കാണുമ്പോഴേ മദ്യപിക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഡെയിലി കൂട്ടുകാരെ കാണും, അപ്പൊ മദ്യപിക്കുമെന്ന് പറയാം. പുള്ളിക്ക് വിദ്യാഭ്യാസം ഇല്ല. ഞാൻ BA വരെ പഠിച്ച ഒരാളാണ്. മനസ്സിലായോ? ഡെയിലി മദ്യപിക്കില്ല. കൂട്ടുകാരെ കാണാൻ നേരത്ത് മാത്രമേ പുള്ളി മദ്യപിക്കത്തുള്ളൂ. അതാ ഞാൻ ചോദിച്ചേ. അപ്പൊ ഡെയിലി മദ്യപിക്കില്ലേ? കൂട്ടുകാരെ കാണുമ്പോൾ മദ്യപിക്കൂലേ? അതെ സാർ, ഡെയിലി മദ്യപിക്കില്ല. കൂട്ടുകാരെ കാണാൻ നേരത്ത് മാത്രമേ മദ്യപിക്കത്തുള്ളൂ. കൂട്ടുകാരെ എപ്പോഴാണ് കാണുന്നത്? എപ്പോഴും 24 മണിക്കൂർ കൂടെ ഉണ്ട്. അപ്പൊ ഡെയിലി മദ്യപിക്കൂലേ? അതെങ്ങനെയാണ് സാറ്? പുള്ളിക്കാരൻ കൂട്ടുകാർ കൂടെ ഉള്ളപ്പോൾ മാത്രമല്ലേ മദ്യപിക്കുന്നുള്ളൂ. നിങ്ങൾ MBBS കൊടുക്കും. എന്തിനാണ് നിങ്ങൾ എന്തോ എടുത്തേക്കുന്നത്? എന്തിനെടുത്തേക്കുന്നത് നിങ്ങൾ? MBBS എന്തോ എടുത്തെന്ന് പറഞ്ഞു നേരത്തെ. എന്റെ സാറേ ഞാൻ BA ആണ് എടുത്തത്. BA. ആ BA അയാൾക്ക് കൊടുക്കും. രണ്ടുപേരും കറക്റ്റ് അല്ലേ പറയാം? സാറേ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ. ഞാൻ പറഞ്ഞു ഇപ്പൊ തന്നെ 10:30 മണിയായി വരുവാണ്. 11 മണിക്കാണ് കല്യാണം. എനിക്ക് എത്രയും പെട്ടെന്ന് ഈ മാല എടുത്ത് തന്നാലേ പറ്റത്തുള്ളൂ സാറേ. ഞാൻ പരിശോധിക്കുക എന്താന്ന് വെച്ചാൽ ചെയ്തിട്ട് എനിക്ക് ചെയ്തു ഞാൻ തരൂല. ഇവിടെ വേദന വല്ലതും ഉണ്ടോ? ഇല്ല. ഇവിടെ വേദന ഉണ്ടോ? ഇല്ല. വേദന ഉണ്ടോ? ഇവിടെ വേദന ഉണ്ടോ? ചെറുതായിട്ടുണ്ട്. എനിക്കുണ്ട് കേട്ടോ. ഏത് ഡോക്ടറെ കാണിക്കണം? ദിലീപ് ഡോക്ടറുണ്ട്. തന്നെ നല്ല ചികിത്സ തന്നെ. നമ്പർ ഒന്ന് എനിക്ക് കൊടുത്തായിരുന്നു. നിങ്ങൾ ഡോക്ടർ അല്ലേ? അല്ല ഞാൻ ഡോക്ടറാണ്. യെസ് യുവർ ഓണർ. എവിടെ പറയാനെന്ന് പറ. പിന്നെ അപ്പൊ നിങ്ങൾ വേറെ ഡോക്ടറെ പോയി കാണണം. ഇതേ കാര്യത്തിൽ
കാര്യത്തിൽ എങ്ങനെയെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കി ആ തീരുമാനം ഉണ്ടാക്കി ചാടുന്ന എന്തായിരുന്നു? നിങ്ങളൊന്ന് മനസ്സിലാക്കണം. നമ്മുടെ പള്ളി പട്ടച്ചാരയും എല്ലാം വെയിറ്റിംഗ് ആണ്. അല്ല, പട്ടക്കാര് മൊത്തം വെയിറ്റിംഗ് ആണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒന്നാമത് ഭ്രാന്ത് പിടിച്ച് നിൽക്കുവാണ്. 11 മണിക്ക് കല്യാണം കഴിയും. ശരിയാക്കാൻ ഓപ്പറേഷൻ പേടിയുണ്ടോ? ഓപ്പറേഷൻ ചെറിയ പേടിയുണ്ട് സാറേ. പേടിയുണ്ടോ? ഉണ്ട് പേടി. ക്ലീറ്റസിന് പേടിയുണ്ടല്ലേ? പേടിക്കേണ്ട കാര്യമില്ല. രാജൻ പേടിക്കേണ്ട കാര്യമില്ല. അല്ല, ക്ലീറ്റസ് ആണ് സാർ എന്റെ പേര്. രാജൻ പേടിക്കേണ്ട കാര്യമില്ല. സാറേ എന്റെ പേര് ക്ലീറ്റസ് ആണ്. രാജൻ പേടിക്കേണ്ട കാര്യമില്ല. സാറേ എന്റെ പേര് ക്ലീറ്റസ് ആണ് സാർ. എന്റെ പേര് രാജൻ എന്നാണ്. എനിക്ക് പേടിയുണ്ട്. നിങ്ങളെ മാത്രം പേടിക്കാതിരുന്നാ മതി. എനിക്കൊരു ഇത് വേണ്ടേ, എനിക്കൊരു കോൺഫിഡന്റ് വേണ്ടേ ചെയ്യാൻ. നിങ്ങൾക്ക് മാത്രം നിങ്ങളുടെ പേടി മാത്രം ഇല്ലാതാക്കിയാൽ മതിയോ? ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്തോ? നമുക്ക് ഈ ഓപ്പറേഷൻ തുടങ്ങാൻ പോവല്ലേ, അപ്പൊ ആദ്യം തന്നെ അനസിന് ഏഷ്യ കൊടുത്താലോ? അനസിന് ഏഷ്യ കൊടുക്കാൻ കൊടുത്തേക്കാം, അത് കുഴപ്പമില്ലല്ലോ. അനസിന് ഏഷ്യ കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നമാവില്ല, മറ്റുള്ള രാജ്യക്കാർ വിഷയം ഉണ്ടാക്കൂലേ? ഈ മയക്കുന്ന സംഭവമില്ല നമ്മൾ ഈ ഓപ്പറേഷന് മുമ്പായിട്ട് മറ്റേ അനസ്തേഷ്യ എന്നാണോ ഉദ്ദേശിച്ചത്? അത് തന്നെ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് കൊടുത്താലോ പുള്ളി? എനിക്കൊരു കാര്യം, പെങ്കൊച്ചിനെ കെട്ടിക്കാത്ത എന്തായാലും നന്നായി. അവല് കൊണ്ടുവരുന്ന അണ്ണാച്ചി കൊടുത്താലും ഇവന് കൊടുക്കും. അനസ്തിന് ഏഷ്യ കൊടുക്കാം. അനസ്തേഷ്യ എന്ന് പറഞ്ഞാ അല്ല സാറേ, ഞാൻ ഒരു കാര്യം ചോദിച്ചു. ഈ ഓപ്പറേഷൻ ചെയ്യുന്ന രോഗിയൊക്കെ നിങ്ങൾ എന്താണ് മയക്കുന്നത്? അത് കാര്യമുണ്ട്. അത് നമ്മൾ ഒരുപാട് പേര് സംസാരിക്കുന്ന ഒരു വിഷയമാണ്. അതിലൊരു കാര്യമുണ്ട്. കാരണം ഈ മയക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മയക്കുന്ന സമയം മയക്കി കഴിഞ്ഞാൽ നമ്മൾ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ കത്രിക, ചിലപ്പോൾ നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന മൊബൈൽ, ഇതെല്ലാം നമ്മൾ ആ ശസ്ത്രക്രിയക്ക് ഇടയിൽ എവിടെ ശരീരത്തിൽ വെച്ച് മറക്കാം. മയക്കി കഴിഞ്ഞാൽ അവരിത് കാണൂല. അതേസമയം മയക്കാതെ നമ്മൾ ചെയ്താൽ എന്തായിരിക്കും അവസ്ഥ? എവര് കണ്ടു, എവര് ഈ കത്രിക അകത്ത് വെക്കുന്ന കണ്ടു, മൊബൈൽ അകത്ത് വെക്കുന്ന കണ്ടു, വെളിയിലിറങ്ങി പറയും ഇല്ല ഡോക്ടറെ, ഇല്ല കത്രിക എന്റെ വയറ്റി വെച്ചു ഇത് പറയില്ലേ? അത് പറയാതിരിക്കാൻ വേണ്ടിട്ടാണ് ഭയങ്കര പ്രശ്നമുള്ള കാര്യം. ഒരു വിഷയമില്ല. ഒരു 40 കത്രികയൊക്കെ വെക്കാം. പിന്നെ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ഒരു വിഷയമില്ല ഇപ്പം. പിന്നെ ഒരു 40 കത്രിക മിനിമം പോകും. ഡോക്ടറുടെ പേര് കേസില്ല. ഡോക്ടറുടെ പേര് ഒരു കേസും ഇല്ല. ഞാൻ പറഞ്ഞില്ല 10:30 മണി കഴിഞ്ഞ് 11 മണിക്ക് കല്യാണമാണ്. എനിക്ക് കല്യാണം കഴിക്കട്ടെ. നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യണം ഡോക്ടർ. എൻഡോസ്കോപ്പി പരിശോധിച്ച റിപ്പോർട്ട് ഒന്ന് നോക്കിയാലോ? എൻഡോസ്കോപ്പി പരിശോധിച്ചത് അതെന്തോ മര്യാദയാണ്. 11 മണിക്ക് കല്യാണത്തിന് പോകാൻ നിൽക്കുന്ന ഞാൻ ഇത് എടുത്തു തന്നാലേ പോകാൻ പറ്റത്തുള്ളൂ. അതിന്റെ ഇടയ്ക്ക് സന്തോഷ് ട്രോഫി കാണണമെന്ന് പറഞ്ഞു ഒരു മര്യാദ കാണിക്കണം. നിങ്ങൾക്ക് ഗോളടിക്കുന്നതായിരിക്കും വലുത്, എനിക്ക് 4 കെട്ടിട്ടാണ് വലുത്. 43 വയസ്സുണ്ട്, 43 വയസ്സ്. ഉച്ചയ്ക്ക് കൂടെ പല്ല് കൊളത്ത് നിൽക്കുവാണ്. സന്തോഷ് ട്രോഫി കാണാൻ പോണ്ടോ? ഇത് ആലോചിച്ചാണോ വിവാഹം? ആലോചിച്ച് തന്നെ വിവാഹം ചെയ്തത്. ഒന്നുകൂടെ നല്ലപോലെ ഒന്ന് ആലോചിച്ചു കേട്ടോ. ആ കോട്ടിന്റെ പച്ചേ ഉള്ളു. സന്തോഷ് ട്രോഫി നമുക്ക് നോക്കാം. എൻഡോസ്കോപ്പി ഒന്ന് നോക്കാം. റിപ്പോർട്ട് നോക്കട്ടെ. എന്റെ പേരുണ്ട്. അതെ, എല്ലാം കാണുന്നുണ്ടോ? കാണുന്നില്ല. എല്ലാം കാണുന്നുണ്ടോ? കാണുന്നില്ല. സ്വിച്ച് ഒന്ന് ഓൺ ചെയ്താണ്. എന്താ ഞാൻ പറഞ്ഞ പിന്നെ എന്താ? എന്റെ മാമന്റെ വയറ് തെളിഞ്ഞു വരുന്നു. മാമന്റെ വയറ് തെളിഞ്ഞു വരുന്നു. കമ്പ്യൂട്ടർ ഓൺ ആയത്. ഇതെന്താ സംഭവം? ഇതെന്താ ഇതെങ്ങനെ കൊണ്ട് നടക്കുന്നു ഇതെല്ലാം കൂടി? എത്ര തൂക്കം ഉണ്ടെന്നറിയോ? 18.5 പവൻ. 18.5 പവൻ വൈറ്റി കിടക്കുക. 18.5 പവൻ. എത്ര പവനും കൊണ്ടാ ഇവിടെ വന്നേ? 3 പവൻ. 18.5 പവന്റെ സ്വർണ്ണകത്തുണ്ട്. സ്വർണ്ണം എങ്ങനെ ഇതിനകത്ത് വന്നി 18.5 പവൻ? 18.5 പവൻ. ഇത് നമുക്ക് ഞാൻ പറയുന്നത് ഇത് ഇരിക്കട്ടെ, ഉള്ളിൽ ഇരിക്കട്ടെ. സ്വർണത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ട് ഞാൻ പറയണോ വയറ്റി ഇരിക്കുന്നേ നല്ല. അതെ, അതിന് വയറ്റി വെക്കുന്നത് നമുക്കിത് ലോക്കറിൽ വെക്കാന്ന് വെച്ചാൽ നല്ല കാശാവും. വയറ്റിലാവുമ്പം നമുക്ക് എപ്പോഴാണ് ആവശ്യമുള്ള സമയത്ത് കൂടിയ ശേഷം നമുക്ക് തിരിച്ചെടുക്കാം. അതാണ് നല്ലത്. എന്റെ ഡോക്ടറെ ചുമ്മാ ആവശ്യമില്ലാത്ത വർത്താനം പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ 10:45 11 മണിക്ക് എന്റെ കല്യാണമാണ്. ആ മാല എടുത്ത് തന്നേ പറ്റത്തുള്ളൂ. ഞാൻ മാല എടുത്ത് തരാം. പക്ഷേ എനിക്കറിയേണ്ടത് എനിക്ക് എത്രയാണ് ഇത് സർജറിക്ക്? നിങ്ങൾക്ക് സർജറിയുടെ കാശ് എത്രയെന്ന് വെച്ചാൽ അതൊക്കെ തരും. സർജറിയുടെ കാശ് പോരല്ലോ. ഇത് ഖനനമല്ലേ നടക്കാൻ പോകുന്നത്? പിന്നെ സ്വർണ്ണക്കരിയല്ലേ നിൽക്കുന്നത്? ഈ ഖനനത്തിന് കാശ് വേണം, നിസാര കേസല്ല. എങ്ങനെ എനിക്ക് എത്ര നിങ്ങൾക്ക് എത്ര ഡീൽ ചെയ്യും? ഞാൻ പറഞ്ഞതാണ്ട് 11 മണിയാകുന്നതിന്റെ 11 മണി എന്റെ കല്യാണം നടക്കേണ്ട സമയമാണ് എടുത്തു തരാനാ പറഞ്ഞത്. 11 മണിയാകുമ്പോൾ 11 മണിയല്ലേ ആയുള്ളൂ. എടുത്ത ടൈം ഉണ്ടല്ലോ. എന്റെ ദൈവമേ, എന്റെ കല്യാണം പടയ, എന്റെ കല്യാണം പടയ, എന്റെ കല്യാണം പടയ. 43 വയസ്സായിട്ട് എന്റെ കല്യാണം പറയും. എന്റെ കല്യാണം അല്ല എന്തോ സംഭവം? സംഭവം വേറൊന്നുമില്ല. ഇത് കല്യാണം നടന്നില്ലെങ്കിലേ കട്ടിലിൽ ഒറ്റയ്ക്കായിരുന്നു ഉരുളണ്ടേ. അതാണ് ഇപ്പോഴേ പ്രാക്ടീസ് ചെയ്യുന്നത്. എന്റെ ഭാഗത്തെ മിസ്റ്റേക്കാ. എന്റെ ഭാഗത്തെ മിസ്റ്റേക്ക്. ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് ഇതെടുക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു. പിന്നെ ഏതെങ്കിലും എയർപോർട്ടിലോട്ട് കൊണ്ടുപോയിരുന്നെങ്കിൽ 5 മിനിറ്റ് കൊണ്ട് ഈ സാധനം അവര് വെളിയിലെടുത്ത് തന്നേരെ. ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുവരണ്ടായിരുന്നു. ഒരു സെക്കൻഡ്. അയ്യോ പെണ്ണിന്റെ വീട്ടിൽ നിന്ന് വിളിക്കുന്നത്. അയ്യോ പള്ളി. ഹലോ, അല്ല സംഭവം ഞങ്ങളെ കൊണ്ട് വരുവാണ്. ബ്ലോക്കിൽ പെട്ടുപോയി. ബ്ലോക്കി 11
ഡോക്ടറെ 11:30 അവിടെ ചെല്ലുവാണെന്നുണ്ടെങ്കിൽ കല്യാണം നടത്തി തരാന്നാ പറഞ്ഞിരിക്കും. 11:30 അല്ല ഇത് 12 മണിയാ ഓപ്പറേഷൻ നടക്കേ. എടോ താനല്ലേടോ പറഞ്ഞ് ഇത്രയും പെട്ടെന്ന് എടുത്തു തരാം. ഇനിയിപ്പോ 12 മണി എന്തിനാണ്? 12 മണി 11 മണിക്ക് വേറൊരു പേഷ്യന്റിന്റെ ഓപ്പറേഷൻ ഉണ്ട്. ഈ ഓപ്പറേഷനുള്ള മെയിൻ ടൂൾ അവന്റെ വയറ്റിലല്ലേ ഇരിക്കുന്നത്. അത് എടുത്തെങ്കിലല്ലേ ഈ ഓപ്പറേഷൻ നടക്കും.